ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമുക്ക് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം എങ്ങനെയാണ് എന്ന് നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ കർവിലിനിയർ കോർഡിനേറ്റ് സിസ്റ്റംസ് ആണ് നമ്മൾ തുടങ്ങി വെച്ചത്. നമുക്കറിയാവുന്ന കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം 3 പെർപെൻഡിക്കുലർ ആയിട്ടുള്ള എക്സ്, വൈ, സെഡ് ആക്സിസുകൾ ഉപയോഗിച്ച് ഡിഫൈൻ ചെയ്യുന്ന കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം പരിചയപ്പെട്ടു. എന്തായിരുന്നു സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം? ഒരു സ്പേസിലെ 3 ഡയമെൻഷണൽ സ്പേസിലെ ഒരു പോയിന്റിനെ എക്സ്, വൈ, സെഡിന് പകരം ആർ, തീറ്റ, ഫൈ ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്ന കോർഡിനേറ്റ് സിസ്റ്റമാണ് നമ്മുടെ സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം. അപ്പോൾ എന്തൊക്കെയായിരുന്നു ഒന്നുകൂടെ നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. സോ ദിസ് ഈസ് ഈക്വലൻ ടു ദിസ് വൺ. സോ ഒരു സ്ഫിയറിൻ്റെ സർഫസിൽ വരുന്ന ഒരു പോയിൻ്റ് പോലെ സങ്കല്പിച്ച് അതിൽ ഏതെല്ലാം ഒരു സ്ഫിയറിൻ്റെ കോർഡിനേറ്റ്സുമായി ബന്ധപ്പെട്ട് എങ്ങനെ ആ പോയിന്റിനെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുമോ അതാണ് നമ്മുടെ സ്ഫെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം. നോക്കൂ, ഇതിൻ്റെ ഈ ഭാഗം ഇവിടേക്ക് ഡിസെക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നോക്കൂ. സോ ദിസ് ഈസ് ദ റേഡിയൽ ഡിസ്റ്റൻസ്. റേഡിയൽ ഡിസ്റ്റൻസ് ഫ്രം ദി സെൻറ്റർ ഓഫ് ദ സ്ഫിയർ to that point. So this is the r, this dimension is r. Then the theta, where theta is this angle between this z-axis and this vector to the point. So this is theta. And phi, the azimuthal angle phi, where phi is the angle between this projection of this vector over the xy plane between x and this vector. So this is the azimuthal angle phi. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മൂന്നാമതുള്ള മറ്റൊരു കോർഡിനേറ്റ് സിസ്റ്റമാണ് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം. സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം നോക്കൂ, നേരത്തെ നമ്മൾ സ്ഫിയറാണ് സങ്കല്പിച്ചത് അല്ലേ? അതിന് പകരം നമ്മുടെ സ്പേസിനെ സ്ഫെറിക്കലി ഒരു സിലിണ്ടറായിട്ട് നമ്മൾ സങ്കല്പിക്കുന്നു. സോ സിലിണ്ടറിക്കലി നോക്കുമ്പോൾ നോക്കൂ, സിലിണ്ടറിന് ഇങ്ങനെ ഒരു ഹൈറ്റ് വരുന്നൊരു ഡയറക്ഷൻ വരുന്നുണ്ട്. അതേപോലെ ഇങ്ങനെ റോള് ചെയ്യുന്ന, ഇങ്ങനെ ചുറ്റും റൊട്ടേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ആംഗുലാർ ഡയറക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ സിലിണ്ടറിൻ്റെ ഔട്ട്വാർഡ് ഡയറക്ഷൻ ഇങ്ങനെ റേഡിയലായിട്ട് വരുന്ന ഒരു ഡയറക്ഷനുമുണ്ട്. സോ ഇങ്ങനെ ഈ 3 ഡയറക്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് 3 ഡയമെൻഷൻ സ്പേസിലെ വെക്റ്ററുകളെ അല്ലെങ്കിൽ പോയിന്റുകളെ റെപ്രസെൻറ്റ് ചെയ്യാം. സോ ഒരു പോയിന്റിനെ റെപ്രസെൻറ്റ് ചെയ്ത് നോക്കൂ, റോ, ഫൈ, സെഡ്, ഇങ്ങനെ 3. റോ ഈസ് this distance, radial distance means the distance from z-axis to this point, and the phi is the angle, this rotating angle like the azimuthal angle, and the z is the along this z direction, that is the z. Okay. അപ്പോൾ നോർമലി നമ്മുടെ ടെക്സ്റ്റിൽ നമ്മൾ റോക്ക് പകരം എസ് എന്നാണ് ഉപയോഗിക്കുന്നത്. പല നൊട്ടേഷൻസ് ഉപയോഗിക്കാറുണ്ട്. നമ്മൾ ഈ റോക്ക് പകരം എസ് ആണ് ഉപയോഗിക്കുന്നത്. അതായത് ഈ പോയിന്റിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് എസ്, ഫൈ, സെഡ് ആയിട്ടാണ് നമ്മുടെ ഗ്രിഫിത്ത് ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. നോക്കൂ, സോ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നമ്മുടെ പോയിന്റിനെ റെപ്രസെൻ്റ് ചെയ്യാൻ നമുക്ക് 3 കോർഡിനേറ്റ്സ് എസ്, ഫൈ, സെഡ് ഉപയോഗിക്കാം. ഓക്കെ, സോ ഫൈയുടെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഫൈ ഈസ് ജസ്റ്റ് ലൈക്ക് ദി അസിമുത്തൽ ആംഗിൾ, ആൻഡ് എസ് ഈസ് ദി ഡിസ്റ്റൻസ് ഫ്രം പി ടു ദി സെഡ് ആക്സിസ് അല്ലെ? പി ടു ദി സെഡ് ആക്സിസിൽ നിന്ന് പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് എസ്. നമ്മളിവിടെ റോ ആണ്, ആക്ച്വലി നമ്മുടെ ഈ ടെക്സ്റ്റിൽ നമ്മൾ എസ് ആണ് റെപ്രസെൻ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞു. ദെൻ അതേപോലെ തന്നെ ആർ ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദി ഒറിജിൻ, മീൻസ് ദിസ് റേഡിയൽ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ആറായിട്ട് the z is the along the z distance. Okay, so this x can be written like the x-axis, the x distance can be written like this one. So this is the s, this is s. So this is angle phi. So the x component will be s
cos phi. So this is s cos phi. So surely the y will be y s sin phi, and z is same as the z. Both are the same z-axis in Cartesian coordinate system and in cylindrical coordinate system. So simply, very simple. Spherical coordinate system simple ആയിട്ട് നമുക്ക് ഇവിടെ x, y, z കാർട്ടീഷ്യനുമായിട്ട് കണക്ട് ചെയ്തിട്ട് എഴുതാം. So x equal to s cos phi, y is equal to s sin phi, and z is equal to z. So തിരിച്ചെഴുതുകയാണെങ്കിൽ means unit vectors along these coordinates s prime, phi prime, means s cap, phi cap, and z cap can be written in terms of Cartesian coordinates like this. S cap is equal to means unit vector along this direction, along this radial direction, that is the s cap. So this s cap is equal to cos phi x cap plus sin phi y cap. So that is it. Means ഈ ഡയറക്ഷനിൽ വരുന്നൊരു യൂണിറ്റ് മാഗ്നിറ്റ്യൂഡുള്ള ഒരു വെക്റ്റർ എന്നാണ് നമ്മൾ മീൻ ചെയ്യുന്നത്. അതേപോലെ phi cap written like this, minus sin phi x cap plus cos phi y cap, and z cap is same as z cap since z axes are common for both coordinate systems. അതുപോലെ തന്നെ നമ്മുടെ ഇൻഫിനിറ്റ്സിമൽ ഡിസ്പ്ലേസ്മെൻറ്റ്സിനെ നമ്മൾ എങ്ങനെയെല്ലാം റെപ്രസെൻറ്റ് ചെയ്യും നോക്കൂ. along x direction, around radial direction, dls equal to ds. Very simple. കാരണം ds ഒരു സ്മോൾ ഡിസ്റ്റൻസ് മൂവ് ചെയ്യുമ്പോൾ ds ആയിരിക്കുമല്ലോ നമ്മൾ എടുക്കുന്നത്. ബട്ട് അലോങ് d phi മീൻസ് ഈ ഡയറക്ഷനിൽ വരുന്ന ഒരു ഇൻഫിനിറ്റ്സിമൽ ഡിസ്പ്ലേസ്മെൻറ്റ്. ഈ ഫൈ ആംഗിൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന ഈ ഡയറക്ഷനിൽ വരുന്ന ഒരു സ്മോൾ ആംഗുലാർ ഇൻഫിനിറ്റിസിമൽ ഡിസ്റ്റൻസ് dl phi is equal to s d phi, and along dz it is dlz is equal to dz, no change. സോ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഇൻഫിനിറ്റിസിമൽ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്റർ എങ്ങനെ എഴുതാൻ നോക്കൂ. നേരത്തെ എക്സ് എക്സ് ക്യാപ്പ്, വൈ വൈ ക്യാപ്പ്, സെഡ് സെഡ് ക്യാപ്പ് എന്ന് എഴുതിയതിന് പകരം ഡി എസ് എസ് ക്യാപ്പ്, എസ് ഡി ഫൈ ഫൈ ക്യാപ്പ് പ്ലസ് ഡി സെഡ് സെഡ് ക്യാപ്പ്. വെരി സിമ്പിൾ. അപ്പോൾ ഇതുമായി കണക്ട് ചെയ്ത് അതിൻ്റെ ഡയറക്ഷൻ കൊടുത്ത് സം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻഫിനിറ്റിസിമൽ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്റർ കിട്ടും. അതേപോലെ വോളിയം എലമെൻറ്റ് നോക്കൂ, ഇവരെ മൾട്ടിപ്പിൾ ചെയ്താൽ മതി. ഇൻഫിനിറ്റിസിമൽ ഡിസ്പ്ലേസ്മെൻറ്റുകളെ പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വോളിയം എലമെൻറ്റ് കിട്ടും. ദാറ്റ് ഈസ് ഡി ടോസ് ഈക്വൽ ടു എസ് ഡി എസ് എസ്. സോ ദിസ് ഈസ് ഡി എസ്, ദെൻ ദിസ് ഈസ് എസ് ഡി ഫൈ, സോ ഡി സെഡ്. സോ എസ് ഇൻറ്റു ഡി എസ് ഇൻറ്റു ഡി ഫൈ ഇൻറ്റു ഡി സെഡ്. സോ ദിസ് ഈസ് ദി infinitesimal volume or volume element. Now the s varies from this s, the radius may be varied from 0 to infinity, and this phi goes from this phi rotate ചെയ്ത് നോക്കൂ, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് തിരിച്ചും ഉടനെ എത്താം അല്ലേ. സോ phi can be varied from 0 to 2 pi. ഒരു കംപ്ലീറ്റ് സർക്കിൾ എന്ന് പറയുമ്പോൾ 2 pi ആയിരിക്കും വരുന്നത്. അതേപോലെ z varies from മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ്, കാരണം താഴേക്ക് പോവാം, ഒറിജിനലും താഴേക്ക് പോവാം, മുകളിലേക്കും പോവാം. സോ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. ബട്ട് നോക്കൂ, നമ്മുടെ എസ് 0 ടു ഇൻഫിനിറ്റി ആണ് പോകുന്നത്, മൈനസ് ഇൻഫിനിറ്റി ഇല്ല. കാരണം എസിൻ്റെ ഏത് ഭാഗത്തേക്ക് എടുക്കുമ്പോഴും നമ്മളതിനെ പോസിറ്റീവ് ഡയറക്ഷനായിട്ടാണ്, റേഡിയലായിട്ടാണ് നമ്മൾ ഒറിജിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന റേഡിയൽ ഡിസ്റ്റൻസ് ആയിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് വെക്റ്റർ ഡെറിവേറ്റീവ്സ് നേരത്തെ നമ്മൾ എഴുതിയിരുന്നത് പോലെ ഗ്രേഡിയൻറ്റ്, ഡൈവേർജൻസ്, കേൾ, ലാപ്ലേഷ്യൻ ഇതൊക്കെ എങ്ങനെയാണ് വരുന്നത് എന്ന് നോക്കാം. തൽക്കാലം നമുക്ക് ഡെറിവേഷൻ ആവശ്യമില്ല. ഡെറിവേഷൻ നിങ്ങൾ മാത്തമാറ്റിക്സിൽ പഠിക്കും. ഈക്വേഷൻസ് എങ്ങനെയാണ് വരുന്നത് എന്ന് നോക്കാം. സോ നമ്മുടെ ഗ്രേഡിയൻറ്റ് നോക്കൂ, നേരത്തെ നമ്മൾ സ്ഫെറിക്കൽ പോളാർ സിസ്റ്റത്തിൽ ഗ്രേഡിയൻറ്റ് എഴുതിയിരുന്നല്ലോ. അതുപോലെ തന്നെ ഇവിടെ ആക്ച്വലി നമ്മൾ ഡിറൈവ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും. ദിസ് ഈസ് 3 കമ്പോണൻസ് ഉണ്ടാകും അല്ലെ. എക്സ് കമ്പോണൻറ്റ്, വൈ കമ്പോണൻറ്റ്, സെഡ് കമ്പോണൻറ്റ്. വേർ ദി എസ് കമ്പോണൻറ്റ് ഈസ് ഡോ ടി ബൈ ദോ എക്സ് ഇൻറ്റു ദോ എക്സ് ബൈ ദോ എസ്, അങ്ങനെ എഴുതണം അല്ലേ. എന്നിട്ട് ദോ എക്സ് ബൈ ദോ എസ് നമ്മൾ നമ്മുടെ റിലേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കണം. സോ അതുപോലെ നമുക്ക് അതിൻ്റെ ഫൈനൽ ഇക്വേഷൻ മാത്രം ഡെൽ ടി ഈസ് ഈക്വൽ ടു ദോ ടി ബൈ ദോ എസ് എസ് ക്യാപ് 1 ബൈ എസ് ദോ ടി ബൈ ദോ ഫൈ ഫൈ ക്യാപ് ദോ ടി ബൈ ദോ സെഡ് സെഡ് ക്യാപ്. അപ്പോൾ ഇവിടെ ഒരു വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. ദോ ടി ബൈ ദോ ഫൈ വരുന്ന ഭാഗത്ത് 1 ബൈ എസ്സും കൂടെ ഇതിൻ്റെ കൂടെ വരുന്നുണ്ട് എന്ന് മാത്രം. ബാക്കി നമ്മൾ ഓർഡിനറി
കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിന് എടുക്കുന്ന അതുപോലെ തന്നെ അതിന് ഇക്വലൻ്റ് ആയിട്ട് തന്നെയാണ് വരുന്നത്. അതേപോലെ ഡൈവേർജൻസ് നോക്കൂ. ഡെൽ ഡോട്ട് വി is equal to for a vector with components vs, v5 and vz, this del dot v can be written like this: 1 by s dou by dou s of s vs plus 1 by s dou v5 by dou phi plus dou vz by dou z. And curl is like this: 1 by s dou vz by dou phi minus dou v5 by dou z into s cap dou vs by dou z minus dou vz by dou s phi cap plus 1 by s into dou by dou s of s v5 dou vs by dou phi z cap. And the Laplacian is del square t, it is equal to this 1 by s dou by dou s of s dou t by dou s 1 by s square t by dou phi square plus dou square t by dou z square. നമുക്ക് ചെറിയൊരു അസൈൻമെൻ്റ് ഉണ്ട്. നമുക്ക് find the divergence of this function, this vector function. So this is the s component, this is the phi component, and this is the z component. So this is vs, this is v phi, and this is vz. So ഇത് നമ്മുടെ ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് നമുക്ക് ഡൈവേർജൻസ് കണ്ട് പിടിക്കണം. ഓക്കെ, താങ്ക് യു.